ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു യൂട്യൂബിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ ഷോർട്ടിൽ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പുതിയ ചാനലായിട്ടുള്ള നിയോൺ ഗെയിമിംഗ് എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ വീഡിയോ ഇടുന്ന. അതിനെപ്പോൾ നമ്മൾ തറവാട് എന്ന് പറഞ്ഞ സെർവറിലാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതേപോലെ ഈ സെർവറിൽ കയറാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. അതേപോലെ യൂട്യൂബ് ഇതുവരെ എൻ്റെ ചാനൽ സബ് ചെയ്യാത്ത, അതേപോലെ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇതാക്കുക. പിന്നെ നമ്മളെ സാധനം കയ്യിൽ ഒരു സാധനമല്ല. കാരണം നമ്മളിത് കയറിയിട്ട് 2-3 ദിവസമായി. അത് നമ്മൾ ചത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ ബ്രോ അമ്പാൻ എന്നാണ് അവൻ്റെ പേര്. നമ്മളെ ടീമല്ല, പക്ഷേ നമ്മളെ എതിർ ടീമാണ്. ഓന് നമ്മൾ അത്രയൊന്നും കൊല്ലാറൊന്നുമില്ല. എന്നാലും അമ്പാൻ്റെ എല്ലാ സാധനവും ഉണ്ട്. കാരണം ഓല് OPS ആണ്, നല്ല പ്ലേയേഴ്സാണ് ഓല്. അപ്പോൾ നമ്മൾ അതേപോലെ ഉള്ള ഓരോരോ വീഡിയോസാണ് വരാൻ പോകുന്നത്. അപ്പം കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. പിന്നെ നമ്മളെ നമ്മളെ ബേസിലേക്കുള്ള ബേസും സെറ്റാക്കിയുള്ള വഴി സെറ്റാക്കി വെച്ചിട്ടേ ഉള്ളായിരുന്നു. പക്ഷേ നമ്മളെ കത്തിക്കാൻ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ വേണം. അതിന് പോർട്ടലൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ കിട്ടിയിട്ടില്ല കത്തിക്കാൻ. അപ്പോൾ നമ്മൾ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീലിന് വേണ്ടിയിട്ട് ഫ്ലിൻറ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ സ്റ്റീലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ സ്റ്റീലിന് വേണ്ടിയിട്ട് വെക്കുമ്പോഴേ അമ്പാൻ്റെ അതേപോലെ CK ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, CK ആണ് ഇതിൻ്റെ OPS. അപ്പോൾ CKൻ്റെ അമ്പാനും ഒരേ ടീമാണ്. ഇവരെ ബേസിലേക്ക് നമുക്ക് പോയി നോക്കാം. ഒരു അടിപൊളി ബേസാണ്. അതിൻ്റെ ഇടയിൽ ഇവൻ തടഞ്ഞു നിർത്തി, എന്തെന്നാടോ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഡിസ്കോഡിലും നമ്മളിതിനകത്ത് സംസാരിക്കണമെങ്കിൽ ഡിസ്കോഡ് കയറ്റിയിട്ട് അതിനകത്ത് നമ്മളെ തറവാട് എന്നുള്ള ചാനലൊന്ന് ജോയിൻ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഈ ഞങ്ങളെ മെയിനായിട്ട് ഞങ്ങൾക്ക് ഒരു സെർവറാണുള്ളത്. ഇത് തറവാട്, ഇത് അത്ര മെയിനല്ല. എന്നാലും ഞങ്ങൾക്ക് മെയിനായിട്ടുള്ളത് ഖജനാവ് എന്ന് പറഞ്ഞൊരു സെർവറാണ്. അത് കയറണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഇതേ ഉള്ളൂ. OPS പറഞ്ഞ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ നിർബന്ധമായിട്ടും വേണം. അതേപോലെ തന്നെ അതിനകത്ത് 10 സബ്സ്ക്രൈബേഴ്സ് ആയാലും നിങ്ങൾക്ക് കയറാം. അപ്പോൾ നമ്മൾ അമ്പാൻ്റെ CK OPSക്കുള്ള വീട്ടിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴി തന്നെ റോഡൊക്കെ പോലെ വെച്ചിട്ടുണ്ട് വരും. അത്ര കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട് കാണാൻ. വലിയ മുള. ഓലെ ബേസിലേക്കുള്ള വഴി മാസാണ്. വാവ്, സീൻ തന്നെ. നമ്മളെ മുകളിൽ കൂടെ മറ്റും പറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരെ ബേസ്. അപ്പുറത്ത് നല്ല ലൈറ്റ്നിങ് ലാബൊക്കെ ഉണ്ട്, അതാ എമറാൾഡിൻ്റെ. അപ്പോൾ നമ്മളെ അമ്പാൻ്റെ വീട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. നമ്മളെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് തോന്നുന്നു. കഥക് അടച്ച്. എടാ, നല്ലൊരു സാധനത്തിന് വേണ്ടി നമുക്ക് കഥക് അടയ്ക്കുക. അപ്പോൾ നമ്മൾ തന്നെ തുറക്കാം. എന്നിട്ട് നമുക്ക് ഇവൻ്റെ ബേസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്പ്ലോറിങ് ഓഫ് ദ നിയോൺ ഗെയിമിംഗ്. ആർമർ നോക്ക്, എല്ലാ ആർമറും ഉണ്ട്. സീൻ തന്നെ. ഇല്ല, തൊടുന്നില്ല. വേണ്ട, എൻ്റെ ഒന്നും എനിക്ക് വേണ്ട. പിന്നെ ഇത് അടിപൊളി സ്ഥലം തന്നെ. പിന്നെ ഇവർക്ക് ഈ നമ്മളൊരു ലൈബ്രറി ഒക്കെ ഉണ്ട് ഇതിനടിയിൽ. അധികം ആർക്കും അറിയില്ല, ഇവർക്കല്ലാണ്ട് ഞാനായി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റീൽ കിട്ടുമോ നോക്കാം. അപ്പോൾ നമ്മളെ സ്റ്റീൽ കിട്ടുമോ നോക്കാം. ഇതിനകത്തൊന്നും ഒരു തേങ്ങയല്ല ഗായ്സ്. ഷൾക്കറിൻ്റെ ഷെല്ലൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ സ്റ്റീലില്ലാത്ത വീടോ. ബേസിലായ സ്റ്റീൽ വേണം. എന്ത് ചെയ്യാനാ. ഫുഡ് ഉണ്ടല്ലേ അവിടെ. ഗായ്സ്, അപ്പം നമ്മൾ ഇത്രയും ബോക്സ് ഉണ്ടായിട്ട് ഇതിനകത്ത് അധികത്തിലോ ഞാൻ തുറന്നതിലൊന്നും ഒരു ഫ്ലിൻറ്റ് കിട്ടിയില്ല. ബാക്കി ആവശ്യമുള്ളതൊക്കെ ഉണ്ട്. ഫ്ലിൻറ്റ് ആവശ്യം ഇല്ല ഗായ്സ്, ഇതിനില്ല. ഇതിനകത്ത് ക്യാരറ്റ് ഉണ്ട്, 64 സ്റ്റാക്ക്. അതിലില്ല. എന്തെന്നാണ് അമ്പാനെ. ബേസായ സ്റ്റീലും അല്ലെങ്കിൽ അയണൊക്കെ വേണ്ടേ, എന്തെന്നാണ്. അപ്പം നമുക്ക് സ്റ്റീൽ മൈനിങ്ങിന് പോവാം. രാത്രിയായില്ലേ. അപ്പോൾ നമുക്ക് ഓലെ വീട്ടിലേക്ക് പോയിട്ട് അമ്പാനോടും പറയാം. ഓലെ വീട്ടിൽ പോയിട്ടുമ്പോഴേക്കും നൈറ്റ് സ്കിപ്പ് ചെയ്യാം, ത്രോ ചെയ്യാം. അപ്പോൾ നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ എവിടെയായിരിക്കും ബെഡ് ഇവിടെ മുകളിലേക്കുള്ളൊരു വഴി ഞാൻ കണ്ട്. അതാ ഇതിലൂടെ പോയിട്ട് എങ്ങോട്ടാ ബെഡ്. അതാ നിൽക്കുന്നത് ഇവിടെ തന്നെ. അപ്പം നമുക്കിവിടെ ഇറങ്ങാം. അമ്പാൻ കയറി വരുന്നുണ്ട്. ഞാൻ മോഷ്ടിക്കാൻ വന്നാണ് അവൻ്റെ വിചാരം. കയറി വരുന്നുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ഇറക്കി രണ്ടാൾ കിടന്നിട്ട്
നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നൈറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മളെ മൈനിങ്ങിന് പോകുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ലാഗേ ഉള്ളൂ. അത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ഈ സർവറിൽ കയറാൻ ഞാൻ പറഞ്ഞില്ലേ, സർവറിൽ കയറാൻ താല്പര്യമുള്ളവർക്കൊക്കെ കയറട്ടോ. പിന്നെ ഇതുവരെ ആരും സബ് ചെയ്തില്ലെങ്കിൽ എന്തോരം വട്ടായി ഗൈസ് ഞാൻ പറഞ്ഞു. സബ് ചെയ്യ്, ലൈക്ക് ചെയ്യ്. പിന്നെ നമ്മൾ വുഡ് ആവശ്യമുണ്ട്. നമുക്ക് വുഡ് എടുക്കാൻ പോവാം. ഇതിവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ മരമൊക്കെ ഇവിടെ കട്ടെ, നമുക്ക് വന്നിട്ട് എടുക്കാം. നമുക്ക് ആദ്യം ഇവരെ വീടിൻ്റെ പുറകിൽ മരം ഉണ്ടെങ്കിൽ എടുക്കാം. അവിടെ ചെറിയൊരു മരം കാണുന്നുണ്ട്. തന്നെ എടുക്കാം, നമുക്ക് എടുക്കാമല്ലോ. എടുക്കാം. പൊട്ടിച്ചിട്ടുണ്ട്. ഒരു പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു എന്താണിത്, ഒരു വുഡോ? ഇത് അന്യായമാണ് മൊജാങ്ക്. ഈ മൊജാങ്ക് സ്റ്റുഡിയോസിനൊക്കെ ഒന്നോ രണ്ടോ മരം വെച്ചൂടെ? അവനങ്ങോട്ടോ ബോട്ട് കയറി പോകുന്നുണ്ട്. ഞാനിത് ആദ്യമായിട്ട് കാണുന്ന സ്ഥലം ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. ഇതെന്താ അവരെ ഫിഷിങ് ഏരിയ ആണെന്നാണ് തോന്നുന്നത്. ഒരു ഫിഷിങ് ഏരിയ തോന്നുന്നു. എന്താ ഫുൾ ഫിഷിങ് റോഡും പിന്നെ ബോട്ടും ആണല്ലേ. ഇതിനകത്ത് എന്താണുള്ളത്? നമുക്ക് ഫിഷ് ഉണ്ട്. ഫിഷ് എടുക്കാം. ഇവർ സാധാ കോളല്ല, കോൾ ബ്ലോക്ക് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ നമ്മൾ ഫിഷ് എടുത്തുകൊണ്ട് ഇതാണ് എനിക്ക് വളരെ ഇഷ്ടമല്ലാത്ത ഫിഷ് എടുത്തുകൊണ്ടുപോയി ഞാനെന്ത് തിന്നു. അപ്പോൾ നമുക്ക് നമ്മളെ ബേസിലേക്ക് തന്നെ പോകാം. നമുക്ക് ബേസിലല്ലേ, ബേസിലേക്ക് പോകണമെങ്കിൽ നമ്മൾ സ്റ്റീൽ വേണം. പക്ഷെ ഫ്ലിൻ്റ് ഉണ്ട്, ഇവിടെ സ്റ്റീലില്ല. സ്റ്റീൽ മൈനിങ്ങിന് നമുക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് ഒരു പിക്കാസ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം. പിക്കാസ് ഇതാണ് എനിക്ക് ജാവ അഡിക്ഷൻ ഇഷ്ടമല്ലാത്തത്. ഇത് പിടിച്ചതാക്കണോ? പോക്കറ്റ് അഡിക്ഷനാണ്. ഇത് ഞെക്കിയിട്ട് നമ്മുടെ ഇൻവെർട്ടർ ഞെക്കിയാൽ അപ്പോൾ നമ്മളെ ഇൻവെർട്ടറിലേക്ക് വരും. അത് വരുന്നില്ലത്. അതാ വന്നിട്ടുണ്ട്. കിട്ടി. ഇത് പോരാ ഗൈസ്, 4 പ്ലാങ്ക് പോരാ നമുക്ക്. നാളെ മുന്നേത്തെ അത് ഒരു വുഡും കൂടെ പൊട്ടിച്ചോളാം. അപ്പം പൊട്ടിക്കാം. തല്ലലടാ, ഒറ്റൊന്നേ പൊട്ടിക്കുന്നുള്ളൂ. പൊട്ടിക്കരുതെന്ന് തലയൊക്കെ ഇളക്കി കാണിച്ചിരുന്നുണ്ട്. നമ്മളുണ്ടോ കേൾക്കുന്നത്? നമുക്ക് പൊട്ടിക്കാം. ഒന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് സ്റ്റിക്കാക്കാം. മറ്റേ വെച്ചിട്ട് നമുക്കിത് പിക്കാസ് ഉണ്ടാക്കാം. അപ്പോൾ പിക്കാസിന് നമുക്ക് മറ്റേ ഇത് വേണമല്ലോ, അതിൻ്റെ പേര് ക്രാഫ്റ്റിംഗ് ടേബിൾ. അതുള്ളിലുണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ. നമുക്ക് പോയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. താല്പര്യമുള്ളവർക്ക്